CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളാകെ ഒരു ഭരണ തുടർച്ചയുണ്ടാവണം ഇനിയും എന്നാഗ്രഹിക്കുന്നുണ്ട്. ഒരു മൂന്നാം ഊഴം LDF ഗവൺമെന്റിന് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അത് LDF-കാർ മാത്രമല്ല, LDF-നെ ചില കാരണങ്ങളാൽ എതിർക്കുന്നവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ഞങ്ങൾ സജ്ജരാണ്. 10,000 വോട്ടാണ് അവിടെ ആകെ ചേർത്തത്. അതിൽ 8,000-ത്തിലധികം വോട്ട് ചേർത്തേക്കണം ഞങ്ങൾ. ഏറെ പ്രതീക്ഷിച്ചതെങ്കിലും M. സ്വരാജ് എന്ന പേരിനുണ്ടാക്കാൻ കഴിഞ്ഞ ഓളം ചെറുതല്ല. കടുത്ത രാഷ്ട്രീയ പോരിന് കച്ചമുറുക്കിയിരിക്കുന്നു നിലമ്പൂർ. ആര്യാടനോ സ്വരാജോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ PR ശിവശങ്കരൻ BJP-യിൽ നിന്ന്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജെക്സി തോമസ് CPM-ൽ നിന്ന്. ശ്രീ KP നൌഷാദ് അലി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ KP നൌഷാദ് അലി, എന്തായാലും നിലമ്പൂരിന്റെ കളവും കളിയും മാറിയിരിക്കുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടാവും. സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഏറ്റവും അധികായരായ 2 സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഏറ്റവും രാഷ്ട്രീയ പോരാട്ടം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന 2 സ്ഥാനാർത്ഥികളെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് 2 മുന്നണികളും രംഗത്ത് വന്നിരിക്കുകയാണ്. M. സ്വരാജിനെ നിർത്താൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളികൾ വേണ്ടാത്തതായിരുന്നോ? മാധു, നിങ്ങളുടെ ഈ ചർച്ചയുടെ തലവാചകം നിലമ്പൂർ ആര് ജയിക്കും എന്നുള്ളതാണല്ലോ. ഞാൻ അടിവരയിട്ട് പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ ജയിക്കും. എന്തുകൊണ്ട് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിലമ്പൂരിനൊരു പ്രത്യേകതയുണ്ട്. അത് ആശയപരമായൊരു രാഷ്ട്രീയത്തിൻ്റെ മണ്ണുകൂടിയാണ്. അവിടെ ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഒരു പുരോഗമന പശ്ചാത്തലം പഴയ കാലം മുതലേ ഉള്ള ഒരു മണ്ണാണ്. അവിടെ ഒരു ആശയപരമായ രാഷ്ട്രീയത്തിന് എന്നും മുൻതൂക്കമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? അൻവർ രാജിവെച്ചുകൊണ്ട്. അൻവർ രാജിവെച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, CPM-നകത്തും ഈ ഭരണത്തിനകത്തുമുള്ള വലിയ തോതിലുള്ള തൻ്റെ അതൃപ്തി ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തിറങ്ങിയത്. അപ്പോൾ ആ പറഞ്ഞ ആശയങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത്തരമൊരു സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ ഏറ്റവും പുതിയ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒന്ന്. അവിടെ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയം അൻവർ ഞങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അൻവറിൻ്റെ മുമ്പിലുള്ളൊരു വഴി. കാരണം ആശയപരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിയത്. അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് സഹായകമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട്, ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കീഴാള രാഷ്ട്രീയം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സഖാവ് കുഞ്ഞാലിയും ആര്യാടൻ മുഹമ്മദും ഒക്കെ ജനകീയ നേതാക്കളായി മാറിയത്. തീർച്ചയായിട്ടും അതൊക്കെ തൊഴിലാളികൾ, ലയങ്ങളിൽ താമസിക്കുന്ന കങ്കാണിമാരുടെ ചൂഷണത്തിനൊക്കെ വിധേയമായി കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയമല്ല. ഇതൊക്കെ ശരി. ശ്രീ KP നൌഷാദ് അലി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഈ പശ്ചാത്തലവും കണക്കും കാര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ്. അദ്ദേഹത്തെ കുറിച്ച്, നിങ്ങളുടെ എതിരാളികളെ കുറിച്ച് പറയൂ. നിങ്ങളുടെ എതിരാളിയെ കുറിച്ച് പറയൂ. അതായത് M. സ്വരാജ് എന്ന സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ദൃശ്യമാകുന്നുണ്ടോ? മനസ്സിലായി മാധു ചോദ്യം. അതിലേക്ക് വരികയാണ്. അതിനാണ് ഈ പശ്ചാത്തലം പറഞ്ഞത്. ഇവിടെ M. സ്വരാജ് ഈ ഗണത്തിൽപ്പെടുന്നൊരു രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾ നോക്കുക, 2021 ഞങ്ങൾക്കിപ്പോഴും അത്ഭുതമാണ്. വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലൊരു തുടർഭരണം ഇവിടെ അധികാരത്തിൽ വന്നു. 99 സീറ്റുകൾ നേടി. അന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലൊക്കെ P. രാജീവ് അട്ടിമറി വിജയം നേടുമ്പോൾ തൃപ്പൂണിത്തറയിൽ സ്വന്തം സീറ്റ് നിലനിർത്താൻ കഴിയാത്ത, സിറ്റിംഗ് സീറ്റിൽ തോറ്റ ചുരുക്കം CPM MLA-മാരിൽ ഒരാളാണ് M. സ്വരാജ്. അന്ന് അദ്ദേഹം അവിടെ യുവത്വത്തിന്റെ പ്രതിനിധിയാണ്. താരതമ്യേന മുതിർന്ന തലമുറയുടെ പ്രതിനിധിയായ K. ബാബുവിനോട് തോറ്റ M. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലമ്പൂർ തന്നെ വർഷങ്ങളായിട്ടില്ല. ഈ കുഞ്ഞാലിയെ പോലെയുള്ള സഖാക്കളെ പരിചയിച്ച നിലമ്പൂരിലെ CPM-മാരെ സംബന്ധിച്ചിടത്തോളം M. സ്വരാജ് സ്വീകാര്യനല്ല. എങ്ങനെ M. സ്വരാജ് സ്ഥാനാർത്ഥിയായി എന്നുള്ളതുകൂടി നിങ്ങൾ അറിയണം. ഞങ്ങളുടെ UDF-ന്റെ ചെയർമാനെയും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും ഒക്കെ അവസാന നിമിഷം വരെ CPM കാത്തുനിന്നു. അതുപോലെ തന്നെ മരിച്ച നേതാക്കളുടെ ഭാര്യമാരെ. ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ആദ്യമേ റിസർവ് ബെഞ്ചിൽ സൂക്ഷിച്ചിരുന്ന ഈ M. സ്വരാജിനെ ഇപ്പൊ കളത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ M. സ്വരാജ് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളതിനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ചിരിയാണ് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദുർബലനായ എതിരാളിയാണ്. PV അൻവർ
ഇടതു മുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നടക്കാത്ത കാര്യമാണ്, എന്നാലും നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും എം സ്വരാജിന് കിട്ടുന്നതിനേക്കാൾ LDF വോട്ടുകൾ PV അൻവറിന് കിട്ടും. എതിരാളിയെ ദുർബലനായി കാണുക എന്ന് പറയുന്ന ഒരു പോരാട്ടത്തിന്റെ തുടക്കത്തിൽ എത്രത്തോളം നല്ലൊരു നയമാണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തരട്ടെ. എം സ്വരാജ് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിട്ടാണ് UDF കാണുന്നത് എങ്കിൽ ശരി. പക്ഷേ ശ്രീ ജെക്സി തോമസ് സിറ്റിംഗ് സീറ്റിൽ തോറ്റ, അതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കടുത്ത LDF കൊടുങ്കാറ്റുണ്ടായ സമയത്ത് 99 സീറ്റിൽ മത്സരിച്ച അനുകൂല തരംഗമുണ്ടായി എന്ന് മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ തോറ്റ 2 പേർ, അതിലൊരാൾ നിലമ്പൂരിൽ വന്നിട്ട് എന്ത് അത്ഭുതം കാണിക്കാനാണ്? നിലമ്പൂരുകാരൻ എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇല്ലാത്ത ഒരാളാണ്. പൊതുസ്വീകാര്യനല്ല, പൊതുസമ്മതൻ എന്ന രീതിയിൽ CPM അവതരിപ്പിക്കുമ്പോൾ പൊതുസ്വീകാര്യനല്ല, ദുർബലനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു കോൺഗ്രസ് UDF. യെസ്, തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധി, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ആകാശത്തോളം വലിപ്പത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജിനെ സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയത് കേട്ടു. നല്ലതാണ് കോൺഗ്രസ് നേതാവേ, അങ്ങയെ വ്യക്തിപരമായിട്ട് അല്ല ഞാൻ പറയുന്നത്, അങ്ങയെ അടങ്ങുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതികരണമാണ് അങ്ങയുടെ വാചകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുക. കോൺഗ്രസിനുള്ളിൽ സഖാവ് എം സ്വരാജിനെ അളക്കാൻ സ്കെയിലുള്ള ഏത് കോൺഗ്രസ്സുകാരനുണ്ട്? നിങ്ങൾക്ക് പണം കൊടുത്ത് പുറത്തുനിന്ന് ആളെ വിലക്കെടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിലമ്പൂരിനെ അറിയില്ല പോലും. ആർക്കാണ് നിലമ്പൂരിനെ അറിയാവുന്നത്? അങ്ങേക്കാണ് നിലമ്പൂരിനെ അറിയാവുന്നത്. അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കെട്ടിയിറക്കിയിട്ടുള്ള സാംസ്കാരിക കോൺഗ്രസിന്റെ മുഖമായി അല്പകാലം ചലച്ചിത്ര മേഖലയിലൊക്കെ പരിലസിച്ച് നടന്നിരുന്ന മുസ്ലിം ലീഗിനെയും അതിന്റെ നേതൃത്വത്തെയും പാണക്കാട് തങ്ങൾമാരെയും ചീത്ത വിളിച്ച് നടന്നിരുന്ന, അവരെ ആ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴത്തെ പുതിയ UDFന്റെ സ്ഥാനാർത്ഥിക്കാണോ നിലമ്പൂരിനെ അറിയാവുന്നത്? ഞാൻ ആരെയും വ്യക്തിപരമായി ഒരു വാക്കും ഒരു വാചകവും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണ്, നിലമ്പൂരിനെ അറിയില്ല എന്ന് അങ്ങ് പറഞ്ഞയാൾ എവിടെ നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചെന്ന് അങ്ങേക്കറിയാമോ? ചുങ്കത്തറ മർത്തോമ കോളേജ് അങ്ങേക്കറിയില്ലേ? അങ്ങ് KSUവിന്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നെങ്കിൽ നിർബന്ധമായും അറിയാമായിരിക്കുമല്ലോ. കേരളമെമ്പാടുമുള്ള കലാലയങ്ങൾ KSUവിന്റെ കോട്ടകൊത്തളങ്ങളായി മാറിയപ്പോഴും ആ കോട്ടകൊത്തളങ്ങളെ തകർത്തെറിഞ്ഞ SFIയുടെ ജൈത്രയാത്ര വന്നപ്പോഴും ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സ്വാധീനം അല്ലെങ്കിൽ KSU ആഭിമുഖ്യം ഉയർത്തിപ്പിടിച്ചിരുന്ന കോളേജായിരുന്നു ചുങ്കത്തറ മർത്തോമ കോളേജ്. ആ ചുങ്കത്തറ മർത്തോമ കോളേജിൽ നിന്ന് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയെ തോൽപ്പിച്ചിട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായി അദ്ദേഹം നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് സഖാവ് എം സ്വരാജ് ജയിക്കുന്നത്. അവിടെ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നിലമ്പൂര് വഴി മലപ്പുറത്തെ ജില്ലാ നേതൃത്വമായി മാറി. പിന്നീട് കേരളീയ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീകമായി മാറി. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് ലോ അക്കാദമിയിൽ നിന്ന് അഭിഭാഷക ബിരുദം പാസ്സായി. അതിന്റെ തുടർച്ചയിലോ 25 വർഷക്കാലം നിങ്ങളുടെ കോട്ട കൊത്തളമായി നിങ്ങൾ ഇതേപോലെ സുരക്ഷിതമായി വെച്ച തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ വലിയ നേതാവും മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് പദവിയും ഒക്കെ അലങ്കരിച്ചിരുന്നയാൾക്ക് അങ്ങ് സൂചിപ്പിച്ച ഇതേ സഖാവ് എം സ്വരാജിന്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടതായി വന്നു ഇല്ലേ? എറണാകുളത്തെ അറിയാമായിരുന്നയാളായിരുന്നോ? അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ സഖാവ് എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ 4 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന കോൺഗ്രസ് ആധിപത്യത്തെ കാലിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ല് പോലെ ജനങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത് എം സ്വരാജിനെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ടല്ലേ? തൃപ്പൂണിത്തുറയെ അറിയാമായിരുന്നയാളായിരുന്നോ അപ്പോൾ സഖാവ് എം സ്വരാജ്? ആ ചുങ്കത്തറ കോളേജിൽ നിന്ന് ആരംഭിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തേരോട്ടമാണ് 2025 എത്തുമ്പോൾ ഒരു ചരിത്ര നിയോഗം എന്നതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം 3ാം തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനവിധി തേടുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും നിലമ്പൂരിലേക്ക് വന്നു. ഈ കലാലയ രാഷ്ട്രീയത്തിന്റെ ചരിത്രം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ അല്ല, ആ കലാലയ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും കാലവും കഴിഞ്ഞാൽ പിന്നീട് അവിടെ അല്ലെങ്കിൽ നിലമ്പൂര് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിലമ്പൂരിൽ ഇല്ല എന്ന് ശ്രീ KP നൗഷാദ് അലി പറഞ്ഞത്. പക്ഷേ തൃപ്പൂണിത്തുറയിലെ വിജയം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതും അനുകൂല തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 2ാം പിണറായി സർക്കാർ എന്ന് പറയുന്ന തുടർഭരണം നിങ്ങൾ വലിയ അഭിമാനത്തോടുകൂടി സ്വന്തമാക്കിയ തെരഞ്ഞെടുപ്പിൽ പോലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ ഒന്ന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആഘോഷിച്ച ഒന്നാണ് അദ്ദേഹത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നിലമ്പൂരിലേക്ക് എം സ്വരാജിന്റെ തിരിച്ചുവരവ്. 2 കാര്യങ്ങളാണ് അങ്ങ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കോട്ട് ചെയ്യുന്നതിനുള്ള അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് ഉന്നയിച്ചത്. ഒന്ന്, പിന്നീട് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിച്ചില്ലല്ലോ, നിലമ്പൂരിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം സംഘടിപ്പിച്ചോ ഇല്ലയോ. 2, എന്താണ്, തൃപ്പൂണിത്തുറയിൽ തുടർഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം തോൽവി നേരിട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തിരിച്ചടി നേരിട്ടില്ലേ? അങ്ങ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങയുടെ ഈ ചോദ്യത്തിന് പ്രേരകമായ അല്പവിഭവന്മാരുടെ വിഭവത്തിലെ അല്പത്തരം മുഖാന്തരം അങ്ങേക്ക് കേൾക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയുടെ ചോദ്യത്തിന് പ്രേരകമായിട്ടുള്ള ചില ആളുകളുടെ അല്പവിഭവന്മാരുടെ ചില പ്രതികരണങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ പ്രതികരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ടത്
കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ ആകുക എന്നുള്ളത് ഏറ്റവും ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെയല്ല ഞങ്ങൾ. അങ്ങ് പരിശോധിച്ചു നോക്കാം. അദ്ദേഹം ചുങ്കത്തറ കോളേജിൽ പഠിച്ചു, അവിടെ നിന്ന് കൗൺസിലറായി, അവിടെ നിന്ന് കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ ആകുന്നു. പിന്നീട് മലപ്പുറത്ത് വിദ്യാർത്ഥി യുവജന നേതൃപദവി അലങ്കരിക്കുന്നു. പിന്നീട് അദ്ദേഹം തൃശ്ശൂരിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നു. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളുടെ സംസ്ഥാന നേതൃപദവി അലങ്കരിക്കുന്നു. അങ്ങനെ കേരളത്തിൽ തന്നെ മലപ്പുറത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും എന്ന് വേണ്ട വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനമെമ്പാടും പ്രവർത്തിച്ചു വന്ന പ്രവർത്തന പന്താവാണ് അദ്ദേഹത്തിനും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിനും പൊതുവെ അവകാശപ്പെടാനുള്ളത്. അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിച്ചു കളയാം, ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു പാർലമെന്റ് സീറ്റിൽ അങ്ങ് ലക്ഷ്യമിട്ട് അവിടെ ആജീവനാന്ത കാലം അത്രയും ആരോഗ്യം ഇല്ലാതാകുന്ന കാലം അത്രയും അവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിലോ നിയമസഭയിലോ ഗ്രാമപഞ്ചായത്തിലോ പോയി കളയാം. അങ്ങനെയല്ല ഞങ്ങൾ ആരും രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്നത് എന്ന് ദയവായി അല്പവിഭവന്മാരായി ഈ കാര്യത്തിൽ സഖാവ് എം സ്വരാജിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും വിമർശിക്കാൻ ഒരുമ്പെടുന്നവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചു 2021 പരാജയം. എങ്ങനെയാ പരാജയം ഉണ്ടായത്? വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ടായ പരാജയമല്ലേ? ആരുടെയൊക്കെ ചിത്രം സ്ലിപ്പിനോട് ചേർത്ത് അച്ചടിച്ച് വെച്ചിട്ടാണ് കോൺഗ്രസ് ഇന്നയോളമുള്ള രാഷ്ട്രീയത്തെ വിഴുങ്ങി കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രതിലോമകരമായ രാഷ്ട്രീയ മത്സരം സംഘടിപ്പിച്ചത്? നേരായ വിജയമെന്ന് ആ വിജയത്തെ അവകാശപ്പെടാൻ കഴിയുന്നതാണോ? വർഗീയത പറഞ്ഞും വർഗീയ ഭ്രാന്ത് പറഞ്ഞും തെരഞ്ഞെടുപ്പിനെ മലീമസമാക്കിയിട്ടാണ് 2021 തൃപ്പൂണിത്തുറയിൽ ഇവർ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായി ഇവർക്ക് വലിയ ആഘോഷമുണ്ടായി. കാരണം എന്താണ്? കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ 5 വർഷക്കാലം അതേ വീഡിയോയുമായി പ്രചരണത്തിന് ഇറങ്ങുന്നതിനെയും DYFI അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ജേക്കിലേക്ക് മടങ്ങി വരാം. ശ്രീ PR ശിവശങ്കർ, ഇതാ നോക്കൂ, 2 അതിശക്തരായ സ്ഥാനാർത്ഥികളുമായി LDFും UDFും കളം നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാവകാശവും സമയവും ഞങ്ങൾക്ക് അനുവദിച്ചു തരൂ എന്നുള്ളത് തന്നെയാണോ ഇന്നും പറയാനുള്ളത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്രയെങ്കിലും അവകാശം നൽകണം എന്ന റിക്വസ്റ്റാണ് ആദ്യം എനിക്ക് വയ്ക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് അധികം വൈകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയുമായിട്ട് തന്നെ വരും. കാരണം ഇത്തരം വാദമുഖങ്ങൾ ഇരു മുന്നണികൾക്കും തൃശ്ശൂരും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രഖ്യാപിച്ചു, മുന്നേ വരുന്നു. അതിനുശേഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും തൃശ്ശൂർ വന്നിരുന്നു. ഞങ്ങൾക്ക് ഇത്രയേറെ പോലും സാധ്യതയൊന്നും കൽപ്പിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ പോലും രാഷ്ട്രീയമായി ഞങ്ങളെ എഴുതിത്തള്ളി. തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിൽ എക്സിറ്റ് പോളിലും എല്ലാം ഞങ്ങളെ എഴുതിത്തള്ളിയ ചരിത്രമൊക്കെ ഉണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ നിലമ്പൂരിൽ ശ്രീ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ ഇപ്പോൾ ശ്രീ ജയ്ക്ക് പറഞ്ഞ പോലെ അല്പവിഭവന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയം, അത് പഴയ കാലമൊക്കെ വിട്ടേക്കൂ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കേരളം മുഴുവൻ നടന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ തോറ്റ കഥ, ഇതെല്ലാം വിട്ടേക്കൂ. ഇതെല്ലാം എതിരാളികൾ പറയുന്ന കഥകളാണല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താം. നോക്കൂ, ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു ആരോപണമുണ്ടല്ലോ. മാധു അത് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവൈലബിലിറ്റി സെക്രട്ടറി യോഗത്തിൽ പോലും ശ്രീ സ്വരാജ് പങ്കെടുക്കുന്നില്ല. മാധ്യമ വാർത്ത വന്നിരുന്നു, സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഒരു സ്വരാജ് പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ട് എന്ന രീതിയിലുള്ള ഒരു വിമർശനം കൊല്ലം പാർട്ടി യോഗത്തിന് ശേഷം വരികയും അത് ദൃശ്യമാധ്യമങ്ങളിൽ വളരെ കാര്യമായി വന്നപ്പോൾ പത്രലേഖകർ ശ്രീ ഗോവിന്ദൻ മാഷിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ട്, സ്വരാജ് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, കൂടുതൽ ശ്രദ്ധിക്കണം, ഇത്തരം ജാഗ്രത വേണം എന്നുള്ള കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം മുന്നിലുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒന്നല്ലെങ്കിൽ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വരാജിന് മതിയായിരിക്കുന്നു അല്ലെങ്കിൽ താല്പര്യമില്ല എന്നോ, അതല്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വരാജിനെ താല്പര്യമില്ല എന്നതുമാണല്ലോ സംഘടനാ പ്രവർത്തനത്തിൽ കുറേ നാളുകളായി ആക്റ്റീവല്ല. അവൈലബിൾ പാർട്ടി യോഗത്തിൽ പോലും ചെറുപ്പക്കാരനായ ആരോഗ്യപരമായി പ്രശ്നമില്ലാത്ത സ്വരാജ് പങ്കെടുക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ദേശാഭിമാനി പോലെയുള്ള എൻ്റെ എഡിറ്റർ ഇൻ ചീഫായി പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് മറ്റ് ജോലി തിരക്കൊന്നുമില്ല, തിരുവനന്തപുരത്ത് തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവൈലബിൾ സെക്രട്ടറി യോഗത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ സ്വരാജിന് പാർട്ടിയോട് താല്പര്യമില്ല എന്നായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഉള്ള ഒരാൾക്ക് പാരിതോഷികമായി നൽകുന്ന ഒന്നാണോ സ്ഥാനാർത്ഥിത്വം? അത് തന്നെയാണ് എൻ്റെ ചോദ്യവും. ഇത് വല്ല
ബലിയാടായിട്ട് കൊടുക്കേണ്ടതാണോ എന്ന് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വരാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തന്ത്രപരമായ പല തീരുമാനങ്ങളെയും നമുക്ക് മനസ്സിലാവാറില്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് മനസ്സിലാവാറുള്ളത്. അതുകൊണ്ട് എനിക്കറിയില്ല ഇതെന്തെങ്കിലും ബലിയാട് രാഷ്ട്രീയമാണോ, എന്തെങ്കിലും പുതിയ ഉദ്ദേശമുണ്ടോ, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ മനസ്സിലാകുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജയിക്ക് തന്നെ സമ്മതിക്കും ഇവരുടെ. അല്ലല്ല ശരിയല്ല, അല്ലല്ല ഒരൊറ്റ മിനിറ്റ്, അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പോലെ കഴിവുള്ള സുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി തങ്ങളുടെ റിസർവ് ബെഞ്ചിലിരിക്കുന്നു അല്ലെങ്കിൽ മുൻ സീറ്റിലിരിക്കുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഇത്ര വൈകിയത്? കൃത്യമായി ആദ്യം തന്നെ പറയാറുന്നല്ലോ. അപ്പൊ അല്ല ഞങ്ങൾ വൈകി നിങ്ങൾ സമ്മതിക്കുന്നല്ലോ. ഞങ്ങൾക്ക് അവിടെ ഇത്രേ വോട്ടുള്ളൂ, ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾക്കൊരു പുതിയ സ്ഥാനാർത്ഥിയെ വേണം, ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് ശേഖരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഞങ്ങൾ അന്വേഷിക്കുന്നു. ഞങ്ങളുടെ നിയമമോ വട്ടിയൂർക്കാവോ ഒന്നും അല്ലല്ലോ ഇത്. ഞങ്ങൾക്കുള്ള വോട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടേണ്ടി വരുന്നു, ഞങ്ങൾക്ക് അത് തീരുമാനിക്കണം. പക്ഷേ കുഞ്ഞാലി തൊട്ടുള്ള രാഷ്ട്രീയം പറയുന്ന നിങ്ങളുടെ സ്ഥിതി, CPM-ന്റെ സ്ഥിതി ഇതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ മറ്റു രാഷ്ട്രീയ പാർട്ടി സ്ഥിതി എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ തൊട്ട് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒരാഴ്ചയാണ് ആദ്യം തന്നെ പാർട്ടി വ്യക്തമാക്കിയത്. ഒരാഴ്ച തികയുന്നതിന് മുൻപ് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടയിലാണ് വൈകൽ എന്ന് പറയുന്ന ആരോപണം. ശ്രീ നൗഷാദിൽ ഞാൻ അങ്ങയിലേക്ക് വരാം, അങ്ങയിലേക്കാണ് വരേണ്ടത്. എന്നിരുന്നാൽ ഞാൻ ഒരു കൗതുകം കൊണ്ടൊന്ന് ജയിക്കിലേക്ക് പോയിക്കോട്ടെ. ശ്രീ ജയിക്ക്, ഇപ്പം ഇന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പങ്കുവെച്ച, അതായത് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പങ്കുവെച്ച ചില സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു പുനരവതരണമാണ് ശ്രീ PR ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വടകര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് P ജയരാജൻ, പിന്നീട് ശൈലജ ടീച്ചർ, അതുപോലെ ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലത്തിലേക്ക് പാർട്ടിയുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കുന്ന ഒരു ശീലത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് മതിയായ സ്വരാജിനെ ഇതൊരു പണിയാണോ എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പങ്കുവെച്ച ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഇപ്പോൾ BJP പ്രതിനിധികളുടെ വാദമുഖങ്ങൾ അതുകൂടെ ചേർത്ത് വെച്ചിട്ടാണ് അങ്ങനോട് ഈ ചോദ്യം ചോദിച്ചത്. സത്യസന്ധമായി പറയട്ടെ, BJP പ്രതിനിധികളുടെ വാദമുഖങ്ങൾ മര്യാദയുള്ള ഒരു മനുഷ്യന്മാർ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ മറുപടിക്ക് അർഹതയുള്ളതേയല്ല. അദ്ദേഹം ഏതുതരം രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പുത്തംകൂറ്റുകാരനായ മുതലാളി സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കസേരയെടുത്ത് തലക്കടിക്കുന്നു, നൂറുകണക്കിന് ആളുകൾ കസേരയെടുത്ത് പരസ്പരം തലക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന മധ്യമേഖലയിലെയും തെക്കൻ തിരുവിതാംകൂറിലെയും യോഗത്തിന്റെ ചില ദൃശ്യങ്ങൾ. അപ്പോൾ BJP-യുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല. BJP-യുടെ പ്രതിനിധിയെ സംബന്ധിച്ച് ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുക എന്ന് വെച്ചാൽ, ഒരു കമ്മിറ്റി യോഗം പുത്തംകൂറ്റുകാരനായ മുതലാളി പ്രത്യേകിച്ച് പ്രസിഡന്റായതിനു ശേഷം വിളിച്ചു കൂട്ടാന്ന് വെച്ചാൽ മിനിമം 2 കസേരയുമായി ഒരാൾ വന്ന് കൂടെ ഇരിക്കുന്ന സഹപ്രവർത്തകന്റെ തലക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന BJP-യിൽ നിന്നും BJP-യുടെ പ്രതിനിധിയിൽ നിന്നും ഇതിൽ കൂടുതൽ മര്യാദ ഞാൻ പ്രതീക്ഷിച്ചാൽ അത് എന്റെ തെറ്റാണ്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയുകയില്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ആ തളപ്പ് വെച്ചിട്ട് കയറേണ്ട മരമല്ല കേരളത്തിലെ ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അങ്ങ് മനസ്സിലാക്കണം. പിന്നെ പറയുന്നു തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലം, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം. ഈ മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി ചില ആളുകളെ വളർത്താനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം. അങ്ങ് മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, അങ്ങയുടെ പാർട്ടിയുടെ അളവുകോൽ വെച്ചിട്ടല്ല കേരളത്തിൽ CPM-നെ അളക്കേണ്ടത്. 40-50 വർഷക്കാലം സംസ്ഥാന നേതൃപദവി അലങ്കരിച്ചിട്ടും ഒരു തവണ പോലും പാർലമെന്റിലോ നിയമസഭയിലോ മത്സരിക്കാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട വന്ന, രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്ന എത്രയെത്ര മഹാരഥന്മാരാണ് ഞങ്ങൾക്ക് ഇപ്പോഴും വെളിച്ചമേകുന്നത്. അവരുടെ പ്രവർത്തന ബന്ധാവിലൂടെയല്ലേ ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പദത്തിൽ എങ്ങനെയെങ്കിലും പഞ്ചായത്ത് മെമ്പറാകുക, എങ്ങനെയെങ്കിലും പാർലമെന്റ് മെമ്പറാകുക, ഏത് വിധേനയും ജനപ്രാതിനിധ്യത്തിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ എത്തിച്ചേരുക, അവിടെ ആയുഷ്കാലം അത്രയും കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രമിക്കുക, അതിനുവേണ്ടി എത്ര കോടിയും ഓഫർ ചെയ്യുക, ഇതൊക്കെ കേരളത്തിന്റെ അനുഭവത്തിൽ, ഇന്ത്യയുടെ അനുഭവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ആ അളവുകോൽ വെച്ചിട്ട് അങ്ങ് ദയവ് ചെയ്ത് കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ അളക്കാൻ വേണ്ടി വരല്ലേ. ഞാൻ അതായത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അല്പ വർഷങ്ങൾക്ക് പുറകിൽ ഒറ്റ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരേ ഒരു അനുഭവം ഇത്രയേ ഉള്ളൂ. അല്പമാസങ്ങൾക്ക് പുറകിലായിരുന്നു മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ഒരു അന്തരീക്ഷം BJP-ക്ക് ഉണ്ടായി. എല്ലാ MLA-മാരെയും കോൺഗ്രസും BJP-യും ഒക്കെ ഗ്രാൻഡ് ഹയത്ത് ഉൾപ്പെടെയുള്ള പഞ്ചനക്ഷത്ര സൗകര്യമുള്ള റിസോർട്ടിലേക്ക് മാറ്റി. ഇവരുടെ നേതാവും നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും 600 കോടി രൂപ വില മതിക്കാൻ സാധ്യതയുള്ള ഒരു അഴിമതി കേസ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് എഴുതി തള്ളി. അതായത് ചുരുക്കത്രയേ ഉള്ളൂ, ഒരു MLA-ക്ക് BJP 600 കോടി രൂപ വിലയിട്ടിരുന്നു. ആ സമയത്ത് ഇത് ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത ഇത്രയുമാണ്:
600 കോടി രൂപ ഒരു MLA ക്ക് വിലയിട്ട സന്ദർഭത്തിൽ മഹാരാഷ്ട്രയിൽ സ്വന്തം ജീവിത പങ്കാളിയായ അംഗനവാടി ജീവനക്കാരി അംഗനവാടിയിൽ കൊണ്ട് ഇറക്കി തന്റെ പ്രദേശത്തെ വില്ലേജ് ഓഫീസറിന് മുമ്പിൽ കർഷകരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരേ ഒരു MLA, ആ MLA-യുടെ പേര് വിനോദ് നിക്കോള എന്നാണ്. ഇത്രയുമായിരുന്നു ഹിന്ദുവിന്റെ ചുരുക്കപ്പേര്. 600 കോടി രൂപയ്ക്ക് ശരീരത്തിൽ ഒരു രോമത്തെ പോലും സ്പർശിക്കാനാകാത്ത ഒരു രാഷ്ട്രീയം ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇടതുപക്ഷം. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ CPM എന്ന അടിവരയിടുകയാണ് JC തോമസ്. അതിനൊപ്പം തന്നെ ശ്രീ KP നൗഷാദ് അലി, അങ്ങയോട് ശ്രീ JC തോമസ് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറഞ്ഞ ഒരു കാര്യം അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. M സ്വരാജിന്റെ പൊക്കമളക്കാൻ കോൺഗ്രസിൽ നിങ്ങൾക്ക് തിരഞ്ഞു നടന്നാൾ ഒരാളെ കിട്ടില്ല, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ അത്ര ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് CPM സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുത്ത അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, അവരുടെ ഇടതുപക്ഷ യുവജന സംഘടനകളെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ പോകുന്ന സംഘാടന മികവുള്ള നേതാവ്, ന്യൂനപക്ഷ രാഷ്ട്രീയം കൃത്യമായി പറയാൻ കഴിയുന്ന, പൊതുരാഷ്ട്രീയം കൃത്യമായി പറയാൻ കഴിയുന്ന, പൊതുസമ്മതനായ ഒരു നേതാവിനെ ആര്യാടൻ ഷൗക്കത്തിന് അത്രയേറെ കരിസ്മയുള്ള, സ്വന്തമായി കാഴ്ചപ്പാടുള്ള, നിലമ്പൂരിൽ വലിയ വേരോട്ടമുള്ള, ആഴത്തിൽ പൊതുജന ബന്ധമുള്ള ഒരു നേതാവിനെതിരെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി പരാമർശിക്കുക എന്നതിനപ്പുറത്ത് ആ രാഷ്ട്രീയത്തോട് നേരിട്ട് എതിർക്കാൻ ശേഷിയുള്ളവർ കോൺഗ്രസിലില്ലേ? എൻ്റെ മാധു, ഞാനിവിടെ പറഞ്ഞ ഒരു ചോദ്യത്തിനും ഇവിടെ JC തോമസ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇയാളുടെ ജനിച്ച അന്ന് LKG പഠിക്കുന്നത് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഇതുവരെ പറഞ്ഞു വെച്ചെന്നുള്ള, അത് ഈ ലോകത്തെ ഏത് മനുഷ്യരെ പറ്റിയും പറയാം. ഇവിടെ രാഷ്ട്രീയമല്ലേ നമ്മൾ പറയേണ്ടത്. M സ്വരാജിൻ്റെ പൊക്കമല്ല, അദ്ദേഹത്തിൻ്റെ ആഴമളക്കാൻ വല്ല ഏകകമുണ്ടെങ്കിൽ അത് നമുക്ക് തിരഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വലിയ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമുണ്ട്. അദ്ദേഹം നിലമ്പൂർ വരാറില്ല, അല്ലെങ്കിൽ ആ മണ്ഡലമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതല്ല എൻ്റെ വാചകം. മണ്ഡലമായിട്ട് ബന്ധമുള്ളതും ഇല്ലാത്തതൊക്കെ മറ്റൊരു വിഷയം. ഇവിടെ നിലമ്പൂരിലെ സഖാക്കൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നിലമ്പൂരിലൊരു കുഞ്ഞാലിയുടെ പാരമ്പര്യമുള്ള വലിയ തോതിലുള്ള രാഷ്ട്രീയ, സാംസ്കാരിക, നാടക, സിനിമ, കലാരംഗത്തൊക്കെ വലിയ മേധാവിത്വമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിച്ച സ്ഥലമാണ് ഈ നിലമ്പൂർ. അത് യഥാർത്ഥ പച്ച സഖാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടൊക്കെ ഒരു അകലം കൃത്യമായി സൂക്ഷിക്കുന്ന, ഏതോ ആ തമോഗർത്തത്തിനുള്ളിൽ സ്വയം ആ ഒരു വലയമുണ്ടാക്കി സ്വയം പ്രതിഷ്ഠിച്ച ഈ സ്വരാജിനെയൊന്നും അവിടുത്തെ സഖാക്കൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് പ്രാദേശികത്വമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തെ ഇപ്പം മാധു വിശേഷിപ്പിച്ച മാതിരിയൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അത്തരത്തിലുള്ള വാഴ്ത്തുപാട്ട് സംഘങ്ങളൊന്നും അല്ല ഒരു തെരഞ്ഞെടുപ്പ്. ഞാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയും വിശേഷിപ്പിച്ചിരുന്നു. ആ വിശേഷണം അങ്ങ് തള്ളിക്കളയുമോ? ഒരു സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനാർത്ഥികൾ 2 പേർ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവരുടെ വിശേഷങ്ങൾ പറയുന്നത് അത്ര വലിയ തെറ്റാണോ? അല്ല, തെറ്റോ ശരിയാവട്ടെ. അത് ഞാൻ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു വിശേഷവും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറഞ്ഞോ. ഞാൻ നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞോ? നിങ്ങളതിന് തർക്കത്തിന് വന്നോ? ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഈ ആളുകളുടെ ബയോഡാറ്റ അതിവിടെ ലഭ്യമാണ്, ഗൂഗിൾ തിരഞ്ഞാൽ കിട്ടും. അതല്ലല്ലോ ഇവിടുത്തെ രാഷ്ട്രീയം. അതാണോ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം? ഇവിടെ രാഷ്ട്രീയം ഇനി എത്ര കിടക്കുന്നു നമുക്ക് ചർച്ച ചെയ്യാൻ. നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വനം, വന്യജീവി, മലയോര ഈ വലിയ സംഘടനകളുള്ളൊരു മേഖലയാണ്. അവിടെ എത്രയോ മനുഷ്യർ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു, പുലി കടിച്ചു കൊല്ലുന്നു, കൃഷി നശിക്കുന്നു, എന്തൊക്കെ ജനകീയ വിഷയങ്ങൾ നിലമ്പൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് എത്ര പേര് നിലമ്പൂർ മരിച്ചു എന്ന കണക്ക് നമുക്ക് എടുക്കണ്ടേ? അവിടെ കൃഷി എവിടെയൊക്കെ ഇപ്പം ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുക്കണ്ടേ? അവിടെ ക്ഷേമ പെൻഷൻ ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താ? അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനമായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വല്ല വികസനമുണ്ട്? ഒരുപാട് കാര്യങ്ങൾ. അതിൽ 2 കാര്യങ്ങൾ ശ്രീ KP നൗഷാദ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതിൽ 2 കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഒന്ന്, കുഞ്ഞാലിയുടെ രാഷ്ട്രീയത്തിന്റെ ചരിത്രമുള്ള നിലമ്പൂർ ഒരിക്കലും M സ്വരാജിനെ അംഗീകരിക്കില്ല എന്ന് അങ്ങ് പറയുന്നു. എന്ന് തൊട്ടാണ് കോൺഗ്രസുകാർക്ക് കുഞ്ഞാലിയുടെ രാഷ്ട്രീയത്തിനോട് ഇത്ര ആഭിമുഖ്യമുണ്ടായത് എന്നുള്ളത്. CPM നിരന്തരം ആ രക്തസാക്ഷിത്വത്തിന്റെ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്കെതിരെയാണ്. CPM നിരന്തരം ആ രക്തസാക്ഷിത്വത്തിന്റെ വിരൽ ചൂടുന്നത് ആര്യാടൻ മുഹമ്മദിനെതിരെയാണ്. രണ്ടാമത്തേത്, അങ്ങനെ മലയോര ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ ഉള്ളയിടത്ത് CPMന്റെ LDFന്റെ MLA ആണ് ഇത്രയും കാലം ഉണ്ടായിരുന്നതെങ്കിൽ MP ആരായിരുന്നു ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ? എന്താണ് പ്രതികരണമായി ഉണ്ടായത്? ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട നിയമം പരിഷ്കരിക്കുന്നതിൽ ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു പോയില്ലേ? ഇതൊക്കെ നിങ്ങൾക്കും ബാധകമായ കാര്യങ്ങളല്ലേ? ഇവിടെ സംസ്ഥാന ഭരണം ഏതാ?
ഞാൻ മറുപടി പറഞ്ഞോട്ടെ. പറയൂ. ഇവിടെ ഒരു എം പിയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. എം പി ആണോ ഒരു സംസ്ഥാനമോ അല്ലെ കേന്ദ്രമോ ഭരിക്കുന്നത്? കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എം പിക്ക് പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയും, ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ഒരു സംസ്ഥാന ഭരണമുണ്ട്. സംസ്ഥാനം മൊത്തമുള്ള ഈ പറഞ്ഞ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് നിലമ്പൂരിലും പ്രതിഫലിക്കും. പിന്നെ കുഞ്ഞാലിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞാലിയുടെ ആശയപരമായ വിയോജിപ്പുണ്ട്. അത് നിലനിർത്തി തന്നെ ഞങ്ങൾക്ക് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. പിന്നെ നിങ്ങൾ ആര്യാടനെ കൊലയാളിയാക്കി അവർ പറഞ്ഞു എന്ന് പറഞ്ഞു, അത് CPM സ്വയം തിരുത്തിയാണ്. മാധുവിനെ പശ്ചാത്തലം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും 69 കുഞ്ഞാലി മരിക്കുന്നത്. 80 ആര്യാടൻ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് നായനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അങ്ങനെ CPM-കാർ തന്നെ ഏതോ കാലത്ത് തിരുത്തിയ കാര്യമൊക്കെ ഇപ്പം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് കുഞ്ഞാലിയോട് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. ആ കുഞ്ഞാലി പ്രതിനിധാനം ചെയ്തൊരു കമ്മ്യൂണിസ്റ്റ് ധാരയുണ്ട്. അതിലൊരിക്കലും സ്വരാജ് ചേർന്ന് പോകുന്ന ആളല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ പങ്കെടുക്കാത്ത കാര്യമോ അദ്ദേഹം പാർട്ടിയെ പിന്നെ ധിക്കരിച്ച് നടക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിലമ്പൂരിലെ സഖാക്കളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ PV അൻവർ ഉയർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സംഘപരിവാറും പോലീസും തമ്മിലുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടേക്കാണ് തൃപ്പൂണിത്തറയിലെ ഗർവാപ്പസി കേന്ദ്രത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതി വാങ്ങാൻ ശുപാർശ കത്ത് കൊടുത്ത സ്വരാജ് മത്സരിക്കാൻ വരുന്നത്. അപ്പോഴാണ് BJPക്ക് അവിടെ ഇതുവരെ സ്ഥാനാർത്ഥി ഇല്ലാതാവുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം അതൊക്കെയാണ് ബാധു. അല്ലാതെ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗൂഗിൾ ബയോഡാറ്റ അല്ല നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വരാജിന്റെയൊക്കെ കാര്യം, അദ്ദേഹം ഒരു റിസർവ് ബെഞ്ചിലിരുത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന അംഗഭംഗമൊക്കെ വരുത്തി ഭിക്ഷക്കാരെ പോലെ മുമ്പിലിരുത്തി ദയനീയത വരുത്താൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇന്ന് രാവിലെ 10-11 മണി വരെ കാത്തു നിന്നിട്ട് കിട്ടാതായപ്പോഴാണ് ഈ M സ്വരാജ് റിസർവ് ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കളിക്കാരൻ കളത്തിലിറങ്ങിയ എന്ത് പെർഫോമൻസാണ് കാഴ്ചവെക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണാൻ മാതും. ശരി. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവർക്ക്, കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ നിന്നുള്ള കോൺഗ്രസ് MPമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അങ്ങ് പറയുന്നത് എങ്കിൽ കേന്ദ്രം ഭരിക്കുന്നവർക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മതി എന്നൊരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ PR ശിവശങ്കർ, നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്ന ഓരോ സമയത്തും ഇടത് UDF മുന്നണികളുടെ പ്രചാരണത്തിലെല്ലാം മുഴങ്ങുന്ന ഒരു കാര്യമാണ് ശ്രീ നൗഷാദ് അലി ഇപ്പോഴും പറയുന്നത്. അത് നിങ്ങളുടെ വോട്ടുമായി ബന്ധപ്പെട്ട്, നിങ്ങൾക്ക് അവിടെയുള്ള വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അട്ടിമറി ശ്രമങ്ങൾ അല്ലെങ്കിൽ വോട്ട് കച്ചവടം എന്ന ആരോപണം ഇതൊക്കെ ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന, കഴിഞ്ഞ തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നുപോയ 4000 വോട്ട് തിരികെ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്ന ഒന്ന്. പിന്നെ ഒന്ന്, ശ്രീ PR ശിവശങ്കർ, അങ്ങനെ ജയിക്കില്ല എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ കൊണ്ടു നിൽക്കുന്നവരൊക്കെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ പോകുന്നവരാണ് എങ്കിൽ ഇതേ പറയുന്ന നിലമ്പൂർ ഉൾക്കൊള്ളുന്ന വയനാട്ടിൽ പോയ കാലത്ത് നിന്നവരാരൊക്കെയാണ് എന്ന് ഞാൻ ശ്രീ PR ശിവശങ്കറിന് പറഞ്ഞു തരേണ്ടതില്ല എന്ന് തോന്നുന്നു. അല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി, തുടർഭരണം വേണ്ട സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയും അവിടെ അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത മൂന്നാം കക്ഷിയുടെ ഒരു സ്ഥാനാർത്ഥിയെയും ഒരേ തട്ടിൽ തൂങ്ങുന്നത് നേരത്തെ ജയിക്ക് പറഞ്ഞതുപോലെ ഒരേ അളവുകോലോ തളപ്പോ ഇടുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, നേരത്തെ ജയിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാധുവിന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അതേപോലെ ശ്രീ നൗഷാദ് അലിയും പറഞ്ഞ ഒരു കാര്യത്തിലും ആരോപണം പറയാണ്ട് ജയിക്ക് പുതിയ ആരോപണമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും മാനസികമായ സുഖം കിട്ടുമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജയിക്ക് താങ്കളുടെ പാർട്ടിക്ക് കിട്ടുന്ന തളപ്പോ അളവുകോലോ വെച്ച് ഞങ്ങളെയും അളക്കരുത്. കാരണം സംഘടനാ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, പാർലമെൻ്ററി വ്യാമോഹം പോലും ഇല്ലാത്ത 50-60 വർഷമല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചവരും ഒരു FB പോസ്റ്റോ ഒരു SB അക്കൗണ്ടോ പോലും ഇല്ലാത്ത പ്രചാരകന്മാരുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് BJP എന്ന് താങ്കൾ മനസ്സിലാക്കിയാൽ നല്ലത്. അപ്പോൾ ആ തളപ്പും അളവുപോലും ഇവിടെയും ഇടണ്ട. അത്തരത്തിലുള്ള ധാരാളം പ്രവർത്തകരുണ്ട്, നിങ്ങൾക്കറിയാത്തതുകൊണ്ട്. അവരില്ല എന്ന് പറയരുത്. അത്തരം രാഷ്ട്രീയ പ്രവർത്തനവും ഞങ്ങൾക്ക് വശമുണ്ട്, ഞങ്ങളത് പ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തെ വെച്ചുകൊണ്ട് ഞങ്ങളെ അളക്കരുത്, BJPയെയും RSSനെയും അളക്കരുത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇപ്പോൾ ശ്രീ പുതിയ സ്ഥാനാർത്ഥിക്ക്
ശ്രീ സ്വരാജിന് എല്ലാ അവകാശവും ഉണ്ട്. അദ്ദേഹം എല്ലാ ഭയങ്കരനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് തൃപ്പൂണിത്തുറ ജയിക്കാത്തതെന്ന് അറിയാം. എനിക്ക് ആഗ്രഹമുള്ളത് അദ്ദേഹം കൂടുതൽ അവിടെ പ്രവർത്തിക്കരുത് എന്നാണ്. നിലമ്പൂർ കാര്യമായിട്ട് പ്രവർത്തിച്ചാൽ ഉള്ള വോട്ടും കൂടെ പോവും. ജയിക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാതെ പ്രവർത്തിക്കാതെ മാറ്റി എറണാകുളത്തോ തൃപ്പൂണിത്തുറ നിർത്തിയാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വോട്ട് കിട്ടും എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് തൃപ്പൂണിത്തുറയുള്ള സഖാക്കൾ പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി, ഇവർ പറയണ്ടല്ലോ കുഞ്ഞാലി എന്ന്. കുഞ്ഞാലിക്ക് ശേഷം നിങ്ങളുടെ പാർട്ടിയിൽ പറയാൻ കൊള്ളാവുന്ന ആരുമില്ലേ നിലമ്പൂർ? എപ്പോഴും കുഞ്ഞാലിയിൽ തുടങ്ങുന്ന ചരിത്രം കുഞ്ഞാലിയിൽ അവസാനിക്കുകയാണ്. നിലമ്പൂർ പിന്നെ സഖാക്കളാരും ഇല്ലേ? നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന പറയാൻ കൊള്ളാവുന്ന ആരും ഇല്ലേ ഈ പാർട്ടിയിൽ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കാൻ മറന്നുപോയി. നേരത്തെ ഗോവിന്ദൻ മാഷ് ഒരു കാര്യത്തിന് ശ്രീ സ്വരാജിനെ വിമർശിച്ചു എന്ന് പറഞ്ഞു. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ എനിക്ക് ആൾക്കാർ വാട്സപ്പ് അയച്ചുകൊണ്ടിരിക്കുക. പഹൽഗാം ആക്രമണം നടന്നപ്പോൾ യുദ്ധവിരുദ്ധ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷ് എന്താ വന്ന് പറഞ്ഞത്? അത്തരം അഭിപ്രായം പൊതുവായ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് വീണ്ടും തിരുത്തിയില്ലേ? അപ്പോൾ നിരന്തരമായി പാർട്ടിക്കെതിരെ ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി നയപരിപാടികൾ മനസ്സിലാവുന്നില്ല, പാർട്ടി അവൈലബിൾ യോഗങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അല്ല സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാത്ത കാരണമായിരിക്കാം പാർട്ടി അഭിപ്രായമോ പാർട്ടി തീരുമാനമോ പാർട്ടി ലൈൻ അത് അദ്ദേഹത്തിന് മനസ്സിലാത്തതുകൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയോട് ശക്തമായ എതിർപ്പുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്നുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള എതിരഭിപ്രായം പറയുന്നത്. ഞാൻ പറയുന്നത് പാർട്ടിയും സ്വരാജ്യം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണ് കേട്ടോ. ജനങ്ങളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വേറെയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. കാരണം അത് പലകുറി പറഞ്ഞു കഴിഞ്ഞാണ് ഫേസ്ബുക്കിലൊക്കെ രാഷ്ട്രീയമുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കുവാനായിട്ട് യുവാക്കളുടെ ജനങ്ങളുടെ പിന്തുണയുള്ള യുവാക്കളുടെ മുഖമില്ല ഓരോ സ്ഥലത്തും. അത് 90 3 പ്രാവശ്യം ഇലക്ഷൻ ചെയ്യാലും ഒരുപാട് MLA മാരുള്ള ഒരു പാർട്ടിയായിട്ടും സംഘടനാപരമായി ഏറ്റവും ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടിയായിട്ടും ഏറ്റവും കൂടുതൽ 13 15 രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടായിട്ടും 2 തവണ ഈ കേരളത്തെ ഭരിച്ചിട്ട് പോലും ഒരു ജനകീയ പിന്തുണയുള്ള സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ പാർട്ടിക്കാർ വരെ വോട്ട് ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു നേതാവിനെ അവർക്ക് ഇത്രയും നാളും, കാരണം തിരഞ്ഞെടുപ്പ് വരുമെന്ന് അറിയാമായിരുന്നല്ലോ, നമ്മളെക്കാളൊക്കെ കൂടുതൽ അവർക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയമായി മുന്നോട്ട് വയ്ക്കാനുള്ള ധാരണയുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സ്വരാജിനെ ഇത്ര വൈകി അവർക്ക് സംസ്ഥാനത്ത് പാർട്ടി സെക്രട്ടറിക്ക് നിശ്ചയിച്ചിരുന്നെങ്കിൽ പാർട്ടി മെമ്പറായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള അദ്ദേഹത്തെ നേരത്തെ അവതരിപ്പിക്കാമായിരുന്നു. കോൺഗ്രസിനേക്കാൾ മുമ്പേ അവതരിപ്പിക്കായിരുന്നു. അൻവർ രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ മുൻപോട്ട് വയ്ക്കാമായിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തെ ബലിയാടാക്കുക തന്നെയാണ് എന്ന എൻ്റെ ആരോപണത്തിന് കൂടുതൽ സംശയം നൽകുന്നു. എനിക്കൊരു സംശയവുമില്ല, BJP-യുടെ ഒരു സ്ഥാനാർത്ഥി NDA-യുടെ ഒരു സ്ഥാനാർത്ഥി മിണ്ടിയാൽ വോട്ട് കളയുന്ന നേതാവാണോ എം സ്വരാജ്? ഉറപ്പായും ഞാൻ അത്തരം സന്ദേഹങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ അങ്ങ് ഇത്രയും നേരം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച ആരംഭിച്ച് ഏതാണ്ട് 33 മിനിറ്റ്, കൃത്യം പരിശോധിച്ചാൽ 8 മണി 3 മിനിറ്റായി. കോൺഗ്രസിന്റെയും BJP-യുടെയും 2 പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ചർച്ചയുടെ 33 മിനിറ്റിനിടയിൽ അവർക്ക് കിട്ടിയ ആദ്യമദ്യാന്തമുള്ള അവസരം അത്രയും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത്. എന്താണ് ആ കാര്യം? കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ അഭൂതപൂർണമായ മാറ്റങ്ങൾ വരുത്തി തീർത്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ സർക്കാർ അതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു പറഞ്ഞില്ല. 9 വർഷക്കാലം നിലമ്പൂരിലും കേരളത്തിലും ഇനിയും ഒരു തുടർഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനങ്ങൾ കാതോർക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്ന നിലമ്പൂരിലെ കേരളത്തെ മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കൊരു പ്രയോഗം, ഒരു വിയോജിപ്പ് അവർ പറയുന്നില്ല. ഈ നിമിഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പർവ്വത സമാനമായ വ്യക്തിത്വമെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന്റെ പേര് അവതരിപ്പിച്ചപ്പോൾ 33 മിനിറ്റിലും തങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അവസരവും ഒരൊറ്റയാളെ വ്യക്തിപരമായി കുറ്റം പറയാനും ആക്ഷേപിക്കാനും അപഹസിക്കാനുമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് സഖാവ് സ്വരാജിന്റെ പ്രഭാഷണത്തെ കുറ്റമാണ്, അവർക്ക് സഖാവ് സ്വരാജിന്റെ എഴുത്തിനെ പ്രശ്നമാണ്, അവർക്ക് സഖാവ് സ്വരാജിന്റെ നിലപാടിന്റെ പ്രശ്നമാണ്. ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ BJP-ക്കും കോൺഗ്രസിനും ഇത്രമേൽ അസഹിഷ്ണുത ഒരാളുടെ പ്രഭാഷണത്തോടും ഒരാളുടെ എഴുത്തിനോടും ഒരാളുടെ നിലപാടിനോടും ഒരാളുടെ കണിശതയോടും ഉണ്ട് എങ്കിൽ അതിൽ പരം അംഗീകാരം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലമ്പൂരിലെ മുഖമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സഖാവ് എം സ്വരാജിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കിട്ടാനേയില്ല എന്നുള്ളതാണ് ഈ 33 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ നിന്ന് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക്, അങ്ങനെയുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമാകുന്നത്. രാഷ്ട്രീയം പറയുന്നത് ഇല്ല, വ്യക്തിപരമായി മാത്രം പറയുന്നു. യുദ്ധത്തിനെതിരെയുള്ള നിലപാട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നരവനെ എന്ന് പറയുന്ന നമ്മുടെ പട്ടാള മാതാവി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാക്കൊരു വാചകം യഥാർത്ഥത്തിൽ സഖാവ് സ്വരാജ് പറഞ്ഞു.
യുദ്ധം ഒരു ബോളിവുഡ് സിനിമയല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ പട്ടാള ഉദ്യോഗസ്ഥരുടെ പരമോന്നത പദവി അലങ്കരിക്കുന്നയാളല്ലേ പറഞ്ഞത്? അതേ നിലപാട് തന്നെയല്ലേ നമ്മൾ അദ്ദേഹം വിശദീകരിച്ചത്. ആ നിലപാടിനെ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷക്കാരുടെ, അല്പം കൂടെ വിശാലമായി പറഞ്ഞാൽ ഏത് അതിർത്തിയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടാണ്. ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടും കലാപവും വർഗീയ കലാപവും നടത്തി അധികാരം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരപരാധികളുടെ രക്തപങ്കിലമായ ചരിത്രത്തിലൂടെ എങ്കിലും രഥചക്രമുരുട്ട് ഡൽഹിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിനും സംഘപരിവാരത്തിനും വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുകൾ ഞങ്ങളുടെ പ്രതീകമായ സഖാവ് സ്വരാജ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അംഗീകാരമാണ്. ഒരു സംശയവും വേണ്ടതില്ല. എന്നിട്ട് പറഞ്ഞു എങ്ങോട്ടേക്കാണ് പോകുന്നത്? ചെറുപ്പക്കാർക്ക് അവസരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? ഇതേവരെ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന BJPയുടെ അടക്കം പ്രതിനിധികൾ ചോദിക്കുകയാണ്, ചെറുപ്പക്കാർക്ക് അംഗീകാരമുണ്ടോ? അങ്ങ് കണ്ണു തുറന്ന് കാണുന്നില്ലേ? കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അങ്ങ് നോക്ക്. തിരുവമ്പാടി നിയോജക മണ്ഡലം, ഏത് ചെറുപ്പക്കാരനാണ് അവിടെ നിന്ന് MLA ആയി വന്നിട്ടുള്ളത്? ബാലുശ്ശേരി നിയോജക മണ്ഡലം, കല്യാശ്ശേരി നിയോജക മണ്ഡലം, മാവേലിക്കര നിയോജക മണ്ഡലം, കോന്നി നിയോജക മണ്ഡലം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. BJPക്കും കോൺഗ്രസിനും 1ഉം 2ഉം സ്ഥാനം ദീർഘകാലം അവകാശപ്പെട്ടുകൊണ്ടിരുന്ന അതേ വട്ടിയൂർക്കാവ് നിങ്ങൾക്ക് വോട്ടുണ്ടെന്ന് അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞ അതേ സ്ഥലം ചെറുപ്പക്കാരെ നിർത്തിയിട്ടാണ്, യുവത്വത്തെ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്. കോൺഗ്രസ് BJP ആധിപത്യത്തെ പഴങ്കഥയാക്കിയത്. ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭീതിതമായ രംഗം എന്താണ്? ഈ നിലമ്പൂർ അഭൂതപൂർണമായി സഖാവ് സ്വരാജിനെയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഹൃദയം പകുത്തുകൊടുത്ത് സ്നേഹിച്ചാൽ, സ്വീകരിച്ചാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസും അവർ BTയുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരവുമാണ്. അനിവാര്യമായി സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തത്തെ പേടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, അതിന്റെ അഭിമാനാർഹമായ പ്രതീകമായ സ്വരാജിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ഒരു ജൈത്രയാത്രയും നിങ്ങൾക്ക് തടയാനാകില്ല. ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട്. അത് ഒറ്റ വാചകം. ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട്. കോൺഗ്രസിന്റെ BJPയുടെ പ്രതിനിധികൾ ഓർമ്മിരിക്കേണ്ടതാണ്. അത് യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. എന്റെ പിന്നാലെ വരുന്നവന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ചെറുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. അങ്ങ് സത്യസന്ധമായി പരിശോധിക്കാൻ, രാഷ്ട്രീയത്തിൽ, നിലപാടിൽ, എഴുത്തിൽ, പ്രഭാഷണത്തിൽ, അഭിമാനാർഹമായ ഇടപെടലുകളിൽ സഖാവ് M സ്വരാജിനോട് കടപിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാൾ, ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരുവൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പാളയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ. എന്താ സംഭവിക്കാൻ പോകുന്നത്? തുടർ ഭരണത്തിലുള്ള ചവിട്ടുപടിയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എന്നുള്ളതാണ് M സ്വരാജ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ പറഞ്ഞ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെളിവുള്ള പ്രതികരണം അതാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും നിലമ്പൂരിലെ ഭരണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച കോൺഗ്രസിനോട് നിലമ്പൂരിലെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പറയുന്നു, തുടർ ഭരണത്തിനുള്ള ചവിട്ടുപടിയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന്. ഈ തുടർ ഭരണത്തിലുള്ള ചവിട്ടുപടിയായിരിക്കും എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ. ഒരു 3 ദിവസം മുമ്പ് MV ഗോവിന്ദനോട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത്ര ഭംഗിയായിട്ടാണ് ഒഴിഞ്ഞു മാറി അല്ല എന്ന് നമ്മളോട് വ്യക്തമാക്കിയത് എന്ന് നമ്മളൊക്കെ കേരളമൊക്കെ കണ്ടതാണ്. ഇന്ന് സ്ഥാനാർത്ഥി പറയുന്നത് തുടർ ഭരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന്. തീർച്ചയായിട്ടും സ്വരാജ് പറയട്ടെ, നാളിതുവരെയുള്ള 9 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് ഇവിടെ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് വന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ എന്നുള്ളതാണ് അതിനോട് പ്രതികരിക്കാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചമൽക്കാരവും അലങ്കാരവും കൂട്ടിക്കുഴച്ച് ഒരു പരുവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ CPMൻ്റെ പ്രതിനിധി. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന ഭരണം ഏതാണ് എന്ന് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു 80കളുടെയൊക്കെ അവസാനം 90കളുടെയൊക്കെ ആദ്യത്തിൽ ബംഗാളിലെ ജ്യോതി ബസുവിൻ്റെ ഭരണകാലത്ത് ഒരു ചന്ദൻ ബസു ഭരണം എന്നൊരു വ്യാപകമായിട്ടുള്ളൊരു ദുഷ്കീർത്തി ആ ഭരണത്തിലുണ്ടായിരുന്നു. ജ്യോതി ബസുവിൻ്റെ മകനാണ് ചന്ദൻ ബസു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയക്കുറവുകൊണ്ട്. അതേപോലെ ഒരു ചന്ദൻ ബസുവിൻ്റെ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടികളാണ് ഈ ദുർബലമായ കേരളത്തിൽ നിന്ന് ഇവർ സംഘടിതമായിട്ട് കടത്തിക്കൊണ്ടു പോകുന്നത്. എന്തിനിപ്പോൾ ചൂരൽമലയിൽ ഒരു നദി മുമ്പ് അല്ലെങ്കിൽ ഒരു അരുവി ഒഴുകിയിരുന്നു. ആ അരുവിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 195 കോടി രൂപയുടെ കരാറ്
ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ടെൻഡർ നടപടിയുമില്ല, ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇല്ല. ഇത്തരത്തിലാണ് ഈ കേരള സംസ്ഥാനത്ത് ഇവർ കട്ടുമുടിച്ചു കൊണ്ടുപോകുന്നത്. ഏതൊരു എഞ്ചിനോട് ചോദിച്ചാലും 10 കോടിയിലപ്പുറം ആ പദ്ധതിക്ക് ചെലവില്ല. അവിടെ 195 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അതിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത്തരത്തിലൊരു മണി എക്സ്റ്റോർഷൻ മാഫിയയുടെ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ സമസ്ത രംഗവും ഒരു രൂപയുടെ ലഭ്യത ഈ സർക്കാരിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നശിച്ചു പോയിരിക്കുന്നു. ഇവിടെ പെൻഷൻ പോട്ടെ, ക്ഷേമനിധിയിൽ അംഗങ്ങളായി ചേർന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളും കർഷകരും പാവപ്പെട്ട മനുഷ്യരും ഈ സംസ്ഥാനത്തുണ്ട്. അടച്ച ക്ഷേമനിധിയിൽ നിന്നൊരു ആനുകൂല്യം തിരിച്ചു കിട്ടാൻ പോലും ഇല്ലാത്ത കഴിയാത്ത തരത്തിൽ ഈ ഭരണം ഈ കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുകയാണ്. സകല രംഗത്തും ഇവിടെ ശൂന്യത മാത്രമാണ്. ഏതെങ്കിലും ഒരു രംഗം നിങ്ങൾക്ക് പറയാൻ പറ്റും? മലയോര മേഖലയാവട്ടെ, തീരപ്രദേശമാവട്ടെ, ഇവിടുത്തെ കാർഷിക മേഖലയാവട്ടെ, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ സർവീസ് വിഷയങ്ങളാവട്ടെ, വ്യവസായികളുടെ വിഷയങ്ങളാവട്ടെ, സമ്പൂർണ്ണമായിട്ട് എല്ലാ രംഗവും നിശ്ചലമായി നിരാശ പൂണ്ട് നിൽക്കുന്നൊരു സംസ്ഥാനമാണിത്. അതിന്റെ വിലയിരുത്തല് അവിടെ നിലമ്പൂരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വരാജ് മത്സരിക്കാൻ മടിച്ചു മാറിയുന്ന ആളാണ്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ വീട്ടിൽ CPM കാത്തുകെട്ടി കിടക്കില്ലായിരുന്നു. അവസാന നിമിഷം മറ്റു മാർഗമില്ലാതായപ്പോൾ പിടിച്ചുകൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. അദ്ദേഹം മിടുക്കനോ കഴിവുള്ളവനോ അദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അദ്ദേഹം അൺപോപ്പുലർ ടു ദ കോർ ആണ്. അതാണ് തൃപ്പൂണിത്തുറയിൽ കണ്ടത്, അതാണ് നിലമ്പൂരിലെ സഖാക്കളുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു അൺപോപ്പുലാരിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നത് അത് വ്യക്തിഗതമായ അധിക്ഷേപമല്ല. ഇതൊക്കെ പൂരം കാണാൻ കിടക്കുന്നതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ മാധു അതേക്കുറിച്ച് പറയാനുള്ളൂ. ശരി, ശ്രീ PR ശിവശങ്കരൻ, ഞാൻ അങ്ങേലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജെക്സി തോമസ്, നേരത്തെ ശ്രീ PR ശിവശങ്കരൻ പറയുന്നു തൃപ്പൂണിത്തുറയിലെ സഖാക്കളോട് ചോദിച്ചാൽ സഖാക്കൾ ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇനി അവിടെ പോയി മിണ്ടാൻ അനുവദിക്കാതെ തൃപ്പൂണിത്തുറയിലേക്ക് കാത്തുവെച്ചാൽ കുറച്ചുകൂടി വോട്ട് കിട്ടിയേക്കും എന്നൊക്കെയാണ്. അതാ ഇവിടെ പറയുന്നു സഖാക്കളുടെ മനസ്സിൽ പോലും സ്വാധീനമില്ലാത്തൊരു നേതാവാണ് ശ്രീ M സ്വരാജ്. എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ടിയിൽ സ്വാധീനമില്ലാത്തൊരു നേതാവാണെന്ന് ആവർത്തിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് M സ്വരാജിനെ കുറിച്ച്? ഇല്ല, ഞാൻ ഈ ചർച്ചയിൽ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കാര്യം രണ്ട് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളും കോൺഗ്രസ് BJP രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ ഒരേപോലെ ഒരമ്മ പെറ്റ സഹോദരങ്ങൾ എന്നതുപോലെ ആവർത്തിക്കുകയാണ്. കാരണം എന്താണ്? അവർ രണ്ടുപേരും പറയുന്നു സഖാക്കൾക്ക് ഈ കാര്യത്തിൽ തൃപ്തിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ പരിപൂർണമായ അഭിലാഷത്തിനൊത്തവണ്ണമല്ല. ഇവരാരാണ് സഖാക്കളുടെ മനസ്സറിയാൻ? ഇവർ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ? നിങ്ങൾ ഒരാൾ BJPയുടെ നേതാവല്ലേ, നിങ്ങൾ മറ്റൊരാൾ കോൺഗ്രസിന്റെ നേതാവല്ലേ? കോൺഗ്രസിന്റെയും BJPയുടെയും ആഫീസിൽ പണയം വെച്ചിരിക്കുന്ന പണ്ട മുതലാണോ കേരളത്തിലെ സഖാക്കളുടെ മനസ്സും പ്രതികരണവും? നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നിലമ്പൂർ ചെല്ല്. നിങ്ങൾക്കറിയില്ലെങ്കിൽ കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ പ്രതികരണം എടുത്ത് വായിക്കുക. നിങ്ങൾ നട്ടത്ത് പണയം വെച്ചിരിക്കുന്ന പണ്ട മുതലല്ല കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളുടെ പ്രതികരണം. അവരുടെ മനസ്സ് ഹൃദയം പകുത്ത് നൽകുന്ന സ്നേഹനിർഭരമായ മനസ്സോടുകൂടെ സ്വീകരിച്ചിരിക്കുന്നു. മറ്റാരേക്കാൾ കരുത്തോടുകൂടെ സ്വീകരിച്ചിരിക്കുന്നു സഖാവ് M സ്വരാജിനെ. ആ സ്വീകരണത്തിൽ ഭയം പൂണ്ട് അതിൽ ഭയചകിതരായി നിങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമാകുമോ? ഈ അവങ്കുരമായ ജൈത്രയാത്ര ഇപ്രകാരം തുടർന്നാൽ എത്ര കാലം പഞ്ചായത്തിലും നിയമസഭയിലും പോകാതെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തങ്ങൾക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞുകൂടാൻ കഴിയുമെന്ന ഭയമാണ് നിങ്ങൾക്ക് സഖാക്കളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് BJP കോൺഗ്രസ് പ്രതിനിധികൾക്ക് ഭയചകിതമായ നട്ടാൽ കുരുക്കാത്ത നുണ പറയാനുള്ള പ്രചോദനം അവിടെ നിന്ന് വരുന്നതാണ്. മധു, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, വ്യക്തിപരമായി ഒരു രാഷ്ട്രീയ നേതാക്കളെയും ആക്ഷേപിക്കുക എന്നത് BJPയുടെ നയമല്ല. ഞാൻ ഈ ചർച്ചയിലും അത് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് സ്വരാജിനെക്കുറിച്ച്, അദ്ദേഹം അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഈ ചർച്ചയിലും ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് സ്വരാജിനെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആരോപണം, അത് എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലും ഉറപ്പായിട്ടും ജയിക്കും കണ്ടിട്ടുള്ള ഒരു നിലമ്പൂരിൽ കാര്യമായി പ്രവർത്തിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ള വോട്ട് പോകും എന്ന് പറയുന്നത് പിന്നെ പൂമാലയും പുഷ്പചക്രവുമാണോ? ഓ, എൻ്റെ കാര്യത്തിലെല്ലാം കൃത്യമായിട്ടും അത് ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞ ആരോപണം അത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു അല്ല, അത് ജയിക്കിൻ്റെ കാര്യത്തിൽ കണ്ടില്ല. ജയിക്ക് പറഞ്ഞ പല കാര്യങ്ങളിലും ഇപ്പം ഞാൻ ഉത്തരം പറഞ്ഞു തരാം. അതുകൊട്ടെ. അപ്പോൾ
അപ്പോൾ ഏതായാലും ജയിക്കോ മാധുവോ അത് തെറ്റാണെന്ന് പറയില്ലല്ലോ. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ ഇത്തരം ആരോപണങ്ങളുണ്ട്. രണ്ട് കാര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല, അതേപോലെ വാറിൻ്റെ കാര്യത്തിൽ, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അത് പൊതു അഭിപ്രായമല്ല പാർട്ടിയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സറിയാൻ ഞങ്ങൾക്ക് ഏതെങ്കിലും ഫേസ്ബുക്ക് ഒന്നും നോക്കണ്ട ജയിക്ക്, അത് സംശയമില്ല, അത് ഞങ്ങളുടെ ആക്ഷേപവുമല്ല. രണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അഭിപ്രായം നോക്കൂ. ഈ കേരളത്തിൽ യുദ്ധത്തിനെതിരെ പറഞ്ഞപ്പോൾ മറ്റ് ആർമിയുടെ മുൻ ചീഫെല്ലാം പറഞ്ഞ അഭിപ്രായം പറഞ്ഞു. എന്നാൽ പണ്ട് CPM-ൻ്റെ ഒരു അനിഷേധ്യനായ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ പാടത്ത് കൂലി കൊടുക്കും, വരമ്പത്ത് കൂലി കിട്ടും എന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആക്രമണം നടന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരുപാട് നേതാക്കൾ, ഞാൻ അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കൈയടിച്ചു പറഞ്ഞ സമാധാനപ്രിയനായ നേതാവിനെക്കുറിച്ചും ജയിക്കിന് ഇത്രയേറെ ശക്തമായി പറയാം. അദ്ദേഹത്തിന് ബൈബിൾ കോട്ടിങ് എടുക്കാം. എനിക്കത് സംശയമുണ്ട് കേട്ടോ, ഞാൻ ബൈബിൾ വിദഗ്ധനല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, വഴിയില്ലെന്ന് വിശ്വസിക്കുന്നു. ഇനി ശരിയാണെങ്കിൽ നടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. പിന്നെ അദ്ദേഹം പറയണത് ഞങ്ങൾ സ്വരാജിനെക്കുറിച്ച് മാത്രം, ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇന്നലെ പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ വികസനത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ പറ, അൻവർ നടത്തിയ വികസനത്തെക്കുറിച്ച് നിങ്ങൾ പറ, നിലമ്പൂർ നടത്തിയ വികസനത്തെക്കുറിച്ച് നിങ്ങൾ പറയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതാ നിലമ്പൂരിൽ അൻവറിനെ വെച്ച് ഇന്നിൻ്റെ വികസനം നടത്തിയെന്ന് നിങ്ങൾ പറയണില്ലല്ലോ. അവിടെ എന്താ തടയണ ഇട്ടതോ, അവിടെ എന്താ കുളം കുത്തിയതോ, അവിടെ എന്താ അൻവർ ചെയ്തത്? അൻവർ എന്താ നിങ്ങൾക്കെതിരെ പറഞ്ഞത്? 6 വർഷം 9 വർഷം നിങ്ങളുടെ ഒപ്പം നിന്ന് അൻവർ പറഞ്ഞ ആരോപണങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളെന്ത് പറയാനാ? അപ്പോൾ നിരന്തരം നിങ്ങൾക്ക് അവിടെ വികസനത്തെക്കുറിച്ച് പറയാനില്ല. നിങ്ങൾ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ കാല് തന്നെ സംസ്ഥാന സെക്രട്ടറി നിരന്തരം തല്ലി ഓടിക്കണം. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ വാറഴിക്കണം? നമ്മൾ ചെരുപ്പിടാൻ പറ്റണ്ടേ? അപ്പോൾ ജയിക്കിനൊക്കെ പറയാം, കാരണം ജയിക്ക് നല്ലതായിട്ട് വോട്ട് മേടിച്ച ആളാണ് ഒരു സ്ഥലത്ത്, ജയിക്കിന് പറയാം. പക്ഷേ അങ്ങനെയല്ല രാഷ്ട്രീയം, മറ്റ് ചില രാഷ്ട്രീയങ്ങളും കൂടിയുണ്ട്, അതിൽ ചില കാരണങ്ങളുണ്ട്. സംസ്ഥാനത്ത് CPM മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരു സംശയവുമില്ല, വികസനത്തിൻ്റെ കഥ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയുള്ളൂ നിങ്ങൾ, അല്ലെങ്കിൽ നിലമ്പൂർ 1, 2, 3, അല്ലെങ്കിൽ അൻവർ ഇന്ന വികസനം ചെയ്തോ നിങ്ങൾക്കും പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രമല്ല, അവിടെ വലിയ രീതിയിലുള്ള കയ്യേറ്റം നടന്നു എന്ന് നിങ്ങളുടെ താലൂക്ക് ഓഫീസറിനെ പറഞ്ഞിരിക്കുന്നു. അതിനെതിരെ ഒരു അക്ഷരം ശ്രീ ജയിക്ക് പറയുന്നില്ല. ജയിക്ക് ഞങ്ങളുടെ പേര് പറയാൻ തന്നെ മടിയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയം, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു സംശയവുമില്ല, അവിടെ ഇത്തവണ CPM-ന് വലിയ അടി പറ്റിയിരിക്കുന്നു. അതിൻ്റെ ഏക ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം. അതല്ലാണ്ട് അവിടെ ഒരു രാഷ്ട്രീയമായി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോഴത്തെ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട, അതൊന്നുമല്ല ഇതിൽ തെളിഞ്ഞു കാണുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, ജനങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇത്തരം രാഷ്ട്രീയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റുന്നതല്ല ഈ ഭരണകൂടത്തിൻ്റെ മുഴുവൻ തട്ടിപ്പുകളും ജാള്യതയും കൊള്ളയും. ഒരു സംശയവുമില്ല, ഇത്തരം കൊള്ളകൾ നിരന്തരം നടത്തുന്ന രാഷ്ട്രീയ വിവേചനങ്ങൾ, നിങ്ങളുടെ ആക്രമണങ്ങൾ, അതിനെതിരെ സ്വരാജിൻ്റെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളോ സ്വരാജിനെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങളുടെ ചില സഹോദരന്മാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മീഡിയ അഡ്വൈസേഴ്സ് ഇടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എറണാകുളത്തൊരു അഡ്വർടൈസിങ് ഏജൻസിയും ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു വീഡിയോ പോസ്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളുടെ PR ഏജൻസി നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ പ്രകടനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയ വ്യാമോഹങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരിക്കലും തടയാൻ പറ്റില്ല ജനങ്ങളുടെ ഈ എതിർപ്പ്, അല്ലെങ്കിൽ അവരുടെ എതിരായ വികാരം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ KP നൗഷാദ്, ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യം അങ്ങയോട് M സ്വരാജിനെ വെല്ലുവിളിച്ചത് തെറ്റായിപ്പോയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് അതിലൊന്നാമത്തേതായി പറഞ്ഞത് PV അൻവറിനെ കുറിച്ചാണ്. ഇപ്പോഴും ഇപ്പോൾ M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് അതിലെ മുഴുവൻ രാഷ്ട്രീയ രീതിയും നിലമ്പൂരിൻ്റേത് മാറിക്കഴിഞ്ഞ സമയത്ത് നിങ്ങൾ അൻവറിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതൊക്കെ കുറച്ച് കടുത്തുപോയി എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല ബാബു. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാളുമായിട്ട് എന്ത് ബന്ധമാണ് UDF-ന് സ്ഥാപിക്കാൻ കഴിയുക? അതൊക്കെ വളരെ ലളിതമായ കാര്യമാണ്. അത് അൻവറിൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അൻവറിന് എന്തുകൊണ്ടോ അത് ബോധ്യമാകുന്നില്ല. അദ്ദേഹത്തിന് ബോധ്യമാകുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം UDF-ന്റെ മുൻനിരയിലുണ്ടാവും. പക്ഷേ അദ്ദേഹം അതിന് നിർബന്ധിതമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം ഇവിടെ ഒരു ചില ആശയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം CPM-ൽ നിന്ന് LDF-ൽ നിന്ന് പുറത്തു വരുന്നത്. ആ ആശയങ്ങളെ തീവ്രമായി പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. ആ ആശയങ്ങൾ കാരണമാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആ ആശയത്തിൽ ആരെയാണോ അദ്ദേഹം സമ്പൂർണ്ണമായി
പ്രതിസ്ഥാനത്തും പ്രതിക്കൂട്ടിലും നിർത്തിയത് അവരുടെ തോൽവി ഉറപ്പാക്കലാണല്ലോ ആശയത്തിൻ്റെ പ്രയോക്താക്കളുടെ വക്താക്കളുടെയൊക്കെ ബാധ്യത. അത് തീർച്ചയായിട്ടും അൻവർ നിറവേറ്റിയില്ലെങ്കിൽ പിന്നെ അൻവറിനെന്ത് രാഷ്ട്രീയ വിശ്വാസ്യതയാണുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം UDF-ഉമായി ചേർന്ന് അദ്ദേഹത്തിൻ്റെ വിഷമതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുറത്ത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ അത് UDF-ന്റെ ചെയർമാനും കൺവീനറും UDF-ലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരും ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നാണ്. അതിലേക്ക് അൻവർ വരുന്ന നിങ്ങളുടെ യുവജന നേതാക്കൾ OLX-ൽ പോസ്റ്റ് ഇടൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. നിങ്ങളുടെ യുവജന നേതാക്കൾ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു. എന്തുകൊണ്ടാണ് CPM-ന് ഇതൊന്നും നിലമ്പൂരിൽ സാധ്യമല്ല എന്ന് നിങ്ങൾ കരുതിയത്? ഞാനൊരു കാര്യം പറയുന്നത് വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ അവരവരോട് നിങ്ങൾ കാണുമ്പോൾ ചോദിക്കണം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം, ഇവിടെ CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കാൻ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കാരണം 1967 ശേഷം CPM-കാരനായ ഒരാളും അവിടെ വിജയിച്ചിട്ടില്ല. അവിടെ വിജയിച്ച TK ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നു, PV അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു, ആര്യാട് മുഹമ്മദ് കോൺഗ്രസ് എയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് LDF ഇടത് മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. അവിടെ മറ്റൊരു CPM സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യത്തിനൊരു ആശയപരമായ രാഷ്ട്രീയമായ ഒരു പ്രസക്തിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ആളുകൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്വരാജിലേക്ക് ചർച്ച പോകുന്നു എന്നും ഇവിടെ CPM സ്നേഹിതൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. എനിക്ക് മാധുവിനോട് പറയാനുള്ളത്, ഞാൻ അവിടുത്തെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു വരുമ്പോൾ മാധുവാണ് പറഞ്ഞത്, നിങ്ങളിങ്ങനെ കുറേ ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട, നമുക്ക് പുതിയ സാഹചര്യത്തിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് പോയത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പറയേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ്. അതുമാത്രമാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഞങ്ങൾ എന്തൊക്കെയാണോ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞത് അതൊക്കെ ഒന്നുകൂടി ഊന്നി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നോക്കിക്കാണുമ്പോൾ ഈ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ അടർത്തി മാറ്റാൻ പറ്റുമോ? ഞങ്ങളുടെ മരിച്ചുപോയ നേതാക്കളുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീകൾ അടർത്തി മാറ്റാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ആഴ്ചകളായിട്ട് CPM നടത്തിയിട്ട് അതിന് തിരശ്ശീല താഴ്ത്തിയത് ഇന്ന് രാവിലെ ഒരു 11 പോസ്റ്റുകൾ വന്നു. എന്റെ അച്ഛന്റെ ഓർമ്മ ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിലെരിയും എന്ന് ആ കുട്ടി പോസ്റ്റ് ഇട്ടെടുത്താണ്. CPM അങ്ങനെ ഒരു പ്രതികരണം വന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ അത് നോക്കി അയ്യോ അതിൽ നമുക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുവോ? അല്ല മാധു, ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഞാനും അതിനെ പിന്തുണയ്ക്കുകയാണ്. കാരണം ആ മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾ എരിയുന്ന മനസ്സുമായിട്ട് പ്രവർത്തകർ പോളിംഗ് ബൂത്തിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം വിശ്വസിച്ച ആദർശത്തെയും വിജയിപ്പിക്കും. അതുവഴി അദ്ദേഹത്തിന് വലിയൊരു മരണാനന്തര ബഹുമതി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും നൽകും. അത് ആ രീതിയിലാണ് ഞങ്ങൾ അതിനെയൊക്കെ നോക്കിക്കാണുന്നത്. അല്ലാതെ അതിനിടയിലൊക്കെ വല്ല വിടവുമുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള വ്യാമോഹങ്ങളൊക്കെ അസ്തമിച്ചത് കൊണ്ടാണ് ഇവിടെ M സ്വരാജ് സ്ഥാനാർത്ഥിയായത് എന്ന് മാത്രം നിങ്ങൾ ശ്രീ ജെയ്സി തോമസ് ഇത്ര നിഷ്കളങ്കമായ വ്യാഖ്യാനത്തെയാണോ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇത്ര ദുഷ്ടബുദ്ധിയോടെ വ്യാഖ്യാനിച്ചത്? അതെ, അതായത് ഇവരുടെ അവസരങ്ങളിലാകെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെ നിരാശയെ സംബന്ധിച്ചാണ് രണ്ടുപേരും പരമാവധി സമയം ഉപയോഗിച്ച് പങ്കുവെക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുന്നു. തിരികെ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരമുണ്ടായിരുന്ന മലപ്പുറം DCC പ്രസിഡന്റ് കരഞ്ഞ് കലകിയ കണ്ണുകളോടുകൂടെ നടത്തിയ പ്രതികരണത്തിന്റെ രീതി എന്തായിരുന്നു? ആ പ്രതികരണത്തെ വായിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായമൊന്നും നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട. യുക്തിസഹമായി ചിന്തിക്കുന്ന മലയാളികളുടെ അക്കാര്യത്തിലുള്ള പ്രതികരണം എന്തായിരുന്നു? നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങളുടെ ഓഫീസ് അടിച്ചു തൂക്കാൻ വന്നിരുന്ന ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ സ്ഥലം അതേതായിരുന്നു? അത്തരം കാര്യങ്ങളിലേക്ക് ഈ ചർച്ച പോകേണ്ടതുണ്ടോ? താൽക്കാലിക പരാജയം നേരിടേണ്ട വന്ന മുൻ UDF സ്ഥാനാർത്ഥികളുടെ മകളുടെ പ്രതികരണം എന്തായിരുന്നു? അവരെന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു പ്രതികരണത്തിന് മുതിരേണ്ടതായിട്ട് വന്നത്? അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭയമുണ്ട്. UDF-നിടയിലും കോൺഗ്രസിനിടയിലും നിറഞ്ഞു പുകയുന്ന അസംതൃപ്തിയാണ് മലപ്പുറത്തെ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു അന്തരീക്ഷം. UDF-നോട് അസംതൃപ്തി ഉള്ളവർക്ക് മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവർക്കും UDF-നോട് അസംതൃപ്തിയുള്ളവർക്കും മെച്ചപ്പെട്ട നിലമ്പൂരായി ഞങ്ങളുടെ നാട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംശയലേശമന്യേ
ഉറപ്പോടുകൂടെ കരങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം അവിടെ ഞാൻ ഇടപെടുകയാണ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും മുഖാമുഖം നിൽക്കുന്നു. ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞായറാഴ്ചയോടെ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നിലമ്പൂരിന്റെ കളം ആകെ മാറിയിരിക്കുന്നു. അവിടെ കളി മുറുകുകയാണ്. വളരെ ശക്തമായ തീപാറുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കച്ചമുറുക്കിയിരിക്കുകയാണ് ഏറനാടിന്റെ രാഷ്ട്രീയ ഗോഥ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക് പ്രേക്ഷകർ.